ഇറാനെതിരെ അമേരിക്കയുടെ ഒരു ശക്തമായ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ മുമ്പുള്ള സാഹചര്യങ്ങളെ അപേക്ഷിച്ച് ഇറാന് അനുകൂലമായ ധാരാളം സാഹചര്യങ്ങളുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്നത് വലിയൊരു പ്രതികൂല സാഹചര്യം തന്നെയാണ്. എങ്കിൽ പോലും മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും ഇറാൻ ഇപ്പോൾ ശക്തമായ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം നിലവിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പദ്ധതി തന്നെ ഗ്രേറ്റ് ഇസ്രായേലിനെ വ്യാപിപ്പിക്കുന്ന പദ്ധതിയാണ് എന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സോമാലി ലാൻഡ് അടക്കം അതുപോലെ തന്നെ യമനിൽ ഉണ്ടായ ഇടപെടലുകൾ ഇങ്ങനെ തുടങ്ങി പല പ്രദേശങ്ങളിൽ ഉണ്ടായ നീക്കങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അറബ് രാഷ്ട്രങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇസ്രായേലിനെ വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയാണ് എന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് മനസ്സിലായ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സൗദി ഭരണാധികാരി വളരെ അസന്നിഗ്ധമായി വളരെ കൃത്യമായി പറയുകയുണ്ടായി, ഇറാനെ ആക്രമിക്കാൻ സൗദി അറേബ്യയുടെ വ്യോമ മേഖലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള സഹായമോ ഉണ്ടാവുകയില്ല എന്ന്. അതേ രീതിയിൽ തന്നെ മറ്റു അറബ് രാഷ്ട്രങ്ങളും മറ്റു ഇസ്ലാമിക് രാഷ്ട്രങ്ങളും ഒക്കെ ഇന്നും ഇന്നലെയുമായി സമാനമായ പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത അയൽ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിസന്ധി മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളെല്ലാം ഇറാനെ ആക്രമിക്കുന്നതിനോട് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ അറിയിക്കുകയും അത് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ വ്യക്തമായ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇറാനെ എങ്ങനെയായിരിക്കും അമേരിക്ക ആക്രമിക്കുക? നിലവിൽ ഈ മിഡിൽ ഈസ്റ്റിലൊന്നും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കക്ക് അറിയാം, വിമാനവാഹിനി കപ്പലുകൾ ഈ പരിസരത്തുണ്ടായാൽ ഇറാന്റെ ആദ്യത്തെ ലക്ഷ്യം അമേരിക്കയുടെ നാവിക സംവിധാനങ്ങളും അവരുടെ കപ്പലുകളും പ്രത്യേകിച്ച് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ തന്നെ ആയിരിക്കും ഇറാന്റെ ടാർഗറ്റ് എന്നറിയാം. അത് തകർക്കാൻ പറ്റിയ ശക്തമായ മിസൈലുകൾ ഇന്ന് ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്ന കാര്യവും അമേരിക്കക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയത്ത് സബ്മറൈനുകൾ ഉപയോഗിക്കാം. ഇവിടെ എന്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഇറാനെതിരെ ഇപ്പോൾ നിലവിൽ ഇവിടെ കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പ്രതിഷേധങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തെ വധിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഈ പ്രതിഷേധക്കാർ ശക്തമാവുകയും അത് ഭരണം അട്ടിമറിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഖാംനഈ അടക്കമുള്ള ആളുകളെ, ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ വധിക്കുന്നതോടുകൂടെ ഇവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ശക്തമാവുകയും ഭരണം അട്ടിമറിക്കപ്പെടുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് സബ്മറൈനുകളിൽ നിന്നും ക്രൂസ് മിസൈലുകൾ അമേരിക്കയുടെ ടോമഹാക്ക് മിസൈലുകൾ ഉപയോഗിച്ച് അത്തരം ആക്രമണം നടത്താനുള്ള, അതായത് സെക്യൂരിറ്റി സംവിധാനങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് ഇറാന്റെ ആണവ റിയാക്ടറുകൾ തകർക്കാൻ വേണ്ടി അമേരിക്കയുടെ B2 സ്പിരിറ്റ് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതുപോലുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്നും ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് ഖാംനഈ അടക്കമുള്ള ആളുകൾ ഉള്ള മേഖലയെ ലക്ഷ്യമാക്കി ആക്രമിക്കുകയും ചെയ്യും. അതോടുകൂടെ പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ടോമഹാക്ക് മിസൈൽ ഉപയോഗിച്ച് സബ്മറൈനുകളിൽ നിന്നുള്ള ആക്രമണം നടത്തുകയും അതോടൊപ്പം ലോങ് റേഞ്ച് സ്ട്രാറ്റജിക് യുദ്ധവിമാനം ഉപയോഗിച്ച് ഇറാന്റെ നേതൃത്വത്തെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഭരണമാറ്റം എളുപ്പമാകും എന്നതായിരിക്കും അമേരിക്ക കണക്ക് കൂട്ടുന്നത്. സാധാരണ രീതിയിൽ അമേരിക്കയുടെ ആക്രമണം നമുക്കറിയാം, വെനിസ്വേലയിലെ ആക്രമണമാണെങ്കിലും അതുപോലെ ഇറാനെ മുമ്പ് ആക്രമിച്ചതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ദീർഘമായ സൈനിക സന്നാഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ആക്രമിക്കാതെ അതിന് അനുയോജ്യമായൊരു ഇടങ്ങളിൽ അവർ എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ പെട്ടെന്നുള്ള ആക്രമണമായിരിക്കും. സൈനിക നേതൃത്വത്തിന് ആ യുദ്ധത്തിനുള്ള അനുമതി നൽകുകയും എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ആകുന്ന സമയം മാത്രമായിരിക്കും ആ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക. നിലവിൽ ഖാംനഈ അടക്കമുള്ള നേതൃത്വം വളരെ സെക്യൂർഡായ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇറാൻ അവരെ നിർത്തിയിട്ടുള്ളത്. എന്നാൽ അവരെ വധിക്കാതെ നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ ഭരണം അട്ടിമറിക്കുക എന്നത് പോസിബിൾ ആണ് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളായിരിക്കും അമേരിക്ക നടത്താൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ നീക്കം എത്രമാത്രം വിജയിക്കുമെന്നത് ഇവിടെ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യുദ്ധത്തിന്റെ ആവശ്യമല്ല, ഈ ഇറാനിലെ ഭരണം അട്ടിമറിക്കുക എന്നത് മാത്രമാണ്. അതിനാവശ്യമായ രീതിയിലായിരിക്കും അമേരിക്ക ഇടപെടുക. അതായിരിക്കണം പ്രതിഷേധക്കാരോട് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്, സഹായം വഴിയിലുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. അത് ഇത്തരത്തിലുള്ള ടാർഗറ്റുകളാകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അതേസമയം അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്രമണം നടന്നാൽ
ഇറാൻ ശക്തമായി പ്രതികരിക്കും. പക്ഷേ ഈ ആഭ്യന്തര കലാപം അത്തരം ഒരു ഘട്ടത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അങ്ങനെ കൂടുതൽ തിരിച്ചടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ, ഭരണം പെട്ടെന്ന് തന്നെ അട്ടിമറിക്കപ്പെടുമോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. എന്നാൽ അത് സാധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെയും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെയും ശക്തമായ രൂപത്തിലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്തും ഉണ്ടാകും.